ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ ഡ്രാമലോക. എന്നിട്ട് കെഷാന് അവനെ പിടിച്ചു നിർത്തും. എന്നിട്ട് പറയും, എനിക്ക് എന്താ പ്രശ്നം കാര്യങ്ങൾ ഓപ്പണായി പറഞ്ഞോളേക്കും. ഈ നിർത്താൻ പറഞ്ഞാൽ ഓള് എന്തായാലും നിർത്തിക്കോളെന്ന് പറയും. എന്നിട്ട് യൂഫി വരും, എനിക്ക് അത് ആരാന്ന് തന്നെ അറിയില്ല പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് പോകും. അങ്ങനെ വലിയ ഇരുന്ന് ഡിസ്കസ് ചെയ്യും എന്തപ്പം നല്ല സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം അന്ന് അമ്യൂസ്മെൻറ്റ് പാർക്ക് പോയെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ശേഷമൊക്കെ നല്ല പോലെ ഇനിയല്ലോ. ഇങ്ങനെ ഈ അവാർഡ് കാര്യങ്ങൾ അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് നമുക്ക് ഉറപ്പാണ് വയ്ക്കും. അപ്പോൾ ചെല്ലി അങ്ങനെ തലയാട്ടും. അപ്പോൾ കെഷാൻ പറയും, ആ കൈക്കൂലി അയക്കുന്ന ആ കാര്യങ്ങളൊക്കെ റെക്കോർഡ് കാര്യങ്ങൾ എനിക്ക് അയച്ചെന്ന്. പിന്നെ അതിൻ്റെ ശേഷം എന്നോട് തെറ്റും ചെയ്ത് ഇതിപ്പോൾ എന്തത് അവന് വട്ടായതാണ് വയ്ക്കും. എന്നിട്ട് കേജോ ഉള്ളിടത്ത് നിന്നാണ് വയ്ക്കും, എനിക്ക് ഉറപ്പാണോ ഈ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആ റെക്കോർഡിൻ്റെ പേരിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നോ, അത് ശരിക്കും എനിക്ക് യൂഫി തന്നെ അയച്ചാണ് നീ കൺഫേം ചെയ്തിന് നിൽക്കും. അപ്പോൾ വളരെ ഇല്ല, ഞാനതൊന്നും നോക്കിയില്ല, കാരണം ഞാൻ ആ റെക്കോർഡ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ദേഷ്യത്തിലേനി. അപ്പോൾ അതുതന്നെ ആയിരിക്കും കാരണം നമുക്കൊരു ശത്രു കാര്യങ്ങളുണ്ടെങ്കിൽ അവനോട് പോരാടൽ നമ്മൾ സ്വയം ചെയ്യേണ്ടത്. അപ്പോൾ വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് തന്നാൽ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അന്നത്തെ കെഷാൻ പറയും, അങ്ങനെ ഒന്നുമല്ലല്ലോ, നമ്മൾ എന്തായാലും താങ്ക്സ് കാര്യങ്ങൾ പറയില്ലേ ചെയ്യുമായിരിക്കും. അതാണ് പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ വ്യത്യാസം. ആണുങ്ങളുടെ കേസിൽ ആണുങ്ങൾക്ക് ഇഷ്ടം സ്വയം റിവഞ്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശത്രുക്കളോട് സ്വയം അതിനെ ഏറ്റുമുട്ടലാണ്, അല്ലാതെ വേറൊരാൾ അതിൽ കയറി ഇടപെടുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിൻ്റെ ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവുക എന്ന് പറയും. ദെൻ ചെന്നൈൻ്റെ മമ്മിൻ്റെ സ്റ്റോറ് കാണിക്കുന്നത്. അപ്പം അവിടെ അവളിങ്ങനെ ക്ലീൻ ചെയ്യായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ പോയി ഇങ്ങനെ നിൽക്കും. അപ്പോൾ തന്നെ അമ്മയ്ക്കും എന്താ കാര്യം നിൽക്കും. അവർ എല്ലാം നമ്മളിപ്പോൾ അബ്രോഡൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ നല്ല പൈസ ആവും നിൽക്കും. അപ്പോൾ എത്ര ആവും? അത് നല്ലോണം ആവും, കുറേ മില്യൺസ് ആവാൻ ചാൻസ് ഉണ്ട് വരും. അപ്പോൾ നമുക്ക് കൂടി ഇനി ഇപ്പോൾ അതായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ട്. ഞാൻ പറയും, ചെല്ലാ ഈ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കല്ലോ കേട്ടോ, നമുക്ക് എന്തായാലും അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഉള്ളവരും അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്തായാലും നിങ്ങളവിടെ ആക്കിയിട്ട് അബ്രോഡ് കാര്യങ്ങൾ പോകില്ല. അവർ പിന്നെന്താ ചെയ്യുക അങ്ങനെ ചോദിക്കാൻ കാരണം നിൽക്കും. നേരത്തെ പറയും, അല്ല എനിക്ക് എൻ്റെ 2 മാസത്തെ സാലറി കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് കിട്ടും നിൽക്കും. അപ്പം അമ്മയ്ക്കും അതിന് അത്രയും പൈസ എനിക്ക് കുറച്ച് കളേഴ്സ് കാര്യങ്ങൾ വാങ്ങേണ്ടി വരും. നേരത്തെ അമ്മ കണ്ടോ, ആർട്സ് സ്റ്റുഡൻസ് ആകുമ്പോൾ കുറേ പൈസയും കാര്യങ്ങളും വേണം പഠിക്കാനെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ കുറ്റപ്പെടുത്തും. അപ്പം അവളമ്മേൻ്റെ അടുത്ത് എന്തായാലും അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് കരുതിയാൽ പോലും നിങ്ങൾ എന്തിനാണ് അങ്ങനെ ആക്കുന്നത്, ഞാൻ എന്തായാലും എനിക്ക് ജോബ് കാര്യങ്ങൾ കിട്ടിയാൽ അതിൻ്റെ ഡബിൾ നിങ്ങൾക്ക് തരാൻ തരും. അപ്പം പറയും, എത്ര പെട്ടെന്നാണ് പറഞ്ഞത് ഡബിൾ തരാമെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ അമ്മനെ സൂപ്പിട്ടാണ് എനിക്ക് കുറച്ച് പൈസ ഇല്ല, കുറച്ച് ഒന്ന് കടായി തരുന്നത്. അങ്ങനെ ബ്രിഡ്ജാണ് കാണിക്കുന്നത്. അവിടെ പോയിട്ട് അതുണ്ടാവും ഇങ്ങനെ ഓരോ ആൾക്കാരോടും പൈസ കൊടുത്തിട്ട് അവരെ വരപ്പിച്ചിന് പിക്ചേഴ്സ് കാര്യങ്ങൾ ഇങ്ങനെ വാങ്ങുന്നത്. അപ്പം യൂഫി ഒന്നും ശ്രദ്ധിക്കണ്ടാവില്ല. യൂഫി അവിടെ ഇങ്ങനെ ചിത്രം വരച്ചു കൊടുക്കണേ, ഇവിടെയുള്ള പൈസ ഇങ്ങനെ തരുന്നവരെ ഓരോ ആൾക്കാരുടെ അടുത്തുനിന്നും ഫോട്ടോ തിരിച്ച് വാങ്ങണം. ഞാൻ അവനെ മീറ്റ് ചെയ്യാതെ ഓൾ അവിടെ നിന്ന് ഇങ്ങനെ പോരും. അങ്ങനെ പോരുന്ന വൈമേൽ ഇങ്ങനെ ജോബ് കാര്യങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ പരസ്യം കാണും. അപ്പോൾ അവൾ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നമ്പർ അടിക്കുമല്ലോ വിളിക്കാൻ വേണ്ടി. എന്നിട്ട് അവളൊരു ഫ്രണ്ട് എന്നിട്ട് ചെല്ലായിൻ്റെ കൂടെ പറഞ്ഞിട്ട് ആരും ഇല്ലാത്തടത്തേക്ക് കൂട്ടി കൊണ്ടുപോകും. എന്നിട്ട് പറയും, എല്ലാ കുറച്ച് ജൂനിയേഴ്സ് പറഞ്ഞിട്ടല്ലോ യൂഫിൻ്റെ പെൻസിൽ കാര്യങ്ങൾ അവരെ മുന്നേ വെച്ചിട്ട് പൊട്ടിച്ചിന്ന്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. അന്നേരത്തെ ഉള്ളവർ ഞങ്ങൾ തമ്മിലൊന്നുമില്ല, ഞങ്ങൾ സ്വന്തം കാര്യം ഇങ്ങനെ നോക്കി പോകുന്നത്. അന്നേരത്തെ ഫ്രണ്ട് അറിയും, എനിക്കറിയില്ലേ അന്നത്തെ ആ കണ്ടസ്റ്റൻറ്റിൽ വളണ്ടിയറായിട്ട് ഞാൻ നിന്നിന്, അന്ന് ഞാൻ കേട്ടാണ് അന്നത്തെ സ്പോൺസറോട് യൂഫിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങൾ തിരിച്ചെടുക്കാണ്, അതിന് പ്രൈസ് കാര്യങ്ങൾ വേണ്ട പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ആ വർക്ക് പബ്ലിഷ് ചെയ്തില്ല, അതുകൊണ്ട് ആരും കണ്ടില്ല. ആരും അത് എനിക്കറിയാം എന്താ അങ്ങനെ പറയാൻ കാരണം നോക്കും. അപ്പോൾ പറയും, അവൾ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കും ഒരു ഫോട്ടോ. നേരത്തെ ഈ ഫോട്ടോ എൻ്റെ പോലെ ഉണ്ടല്ലോ എന്ന് പറയും. അവർ ഇതേനി അന്ന് യൂഫി വരച്ചിന് വർക്ക്, ദ മൊമെൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്, ഇതിനാണ് അന്ന് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. അത് കേൾക്കുമ്പോൾ ചെല്ലാൻ ആകെ സർപ്രൈസ് ആവും. എന്നിട്ട് ഭയങ്കര ഹാപ്പിയാവും, ഇന്നയാണോ യൂഫി അന്ന് വരച്ചിനെന്ന് നോക്കും. എന്നിട്ട് ഉള്ള ചിത്രം ഇങ്ങനെ എടുത്ത് നോക്കും. ദെൻ യൂഫി ഇങ്ങനെ നടന്നു വരുമ്പോൾ 2-3 സ്റ്റുഡൻസ് അവിടെ ഇരിക്കുന്നുണ്ടാവും. അതിൽ ഒരാൾ നീച്ചുന്നുണ്ട്, യൂഫി പുറത്ത് പഠിക്കാൻ പോകാൻ പറഞ്ഞിട്ടുള്ള ഒരു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ നമ്മൾ തമ്മിൽ കാണലുണ്ടാവില്ലേക്കും എല്ലാവരും, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വക ഒരു ഗിഫ്റ്റ് പറഞ്ഞിട്ട് കൊടുക്കും. എന്നിട്ട് യൂഫി വേണ്ടാരും. അപ്പോൾ ഒരു അല്ല ഇത് വാങ്ങ് ഞങ്ങളെ സന്തോഷത്തിനല്ലേ പറഞ്ഞിട്ട് അവരെ പോക്കറ്റ് വെച്ചെടുക്കും. വേറെ സ്റ്റുഡൻ്റ് അറിയും, ഈ എന്തായാലും നീ വലിയ ആർട്ടിസ്റ്റ് കാര്യങ്ങളൊക്കെ ആകുമ്പം പണ്ടേ ഞങ്ങളെ മോഡൽ ഇനിന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ വെച്ചിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കും എല്ലാവരും. അന്നേരത്തെ പ്രൊഫസർ വരും. അപ്പം പ്രൊഫസർ അറിയും, ഇവിടെ ഇപ്പോൾ നല്ല ഫേമസ് ആണ് തോന്നുന്നുണ്ടല്ലോ പറയും. അപ്പം ഓൻ പറയും, ഞാൻ പ്രൊഫസറിനെ കാണാൻ വന്നേനെന്ന് പറയും. ഞാൻ ചെന്നൈയിൽ അങ്ങനെ ജോബ് അന്വേഷിച്ച് ഒരു സ്ഥലത്തെത്തും. അവിടെ അങ്ങനെ അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഒക്കെ അങ്ങനെ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും.